എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി 3 വിഷയങ്ങളുടെ പരീക്ഷ കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് ഇനിയുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾ എന്നത് ഊർജ്ജതന്ത്രം, അതുപോലെ തന്നെ രസതന്ത്രം, അതുപോലെ തന്നെ ജീവശാസ്ത്രം എന്നുള്ളതാണ്. അപ്പോൾ ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്, രസതന്ത്രം കെമിസ്ട്രി ആണ്, അതുപോലെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബയോളജിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, അതായത് ഇതുവരെ ക്ലാസ്സിൽ പഠിക്കാത്തൊരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് A+ കിട്ടാനുള്ള, അതായത് ഈ ഒരു 3 വിഷയങ്ങൾക്ക് A+ കിട്ടാനായിട്ട്, അതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് ഈ ഒരു 3 വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു D+നേക്കാൾ കൂടുതൽ മാർക്ക് ഈ ഒരു ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മിനിമം ഈ ഒരു സബ്ജക്റ്റുകളിൽ മിനിമം 30 മാർക്കിൻ്റെ മുകളിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 30 മാർക്കിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ 30 മുതൽ 40-നുള്ളിൽ നിങ്ങൾക്ക് ഏത് മാർക്ക് നിങ്ങൾക്ക് നേടുകയാണെങ്കിലും അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദം ആകും. അതായത് ഒന്നുകിൽ A ഗ്രേഡോ അല്ലെങ്കിൽ A+ ഗ്രേഡോ ആയിരിക്കും നിങ്ങൾക്ക് ഈ 30-നും 40-നും ഇടയിലായിട്ട് മാർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് 21-ാം തീയതിയാണ്, അതായത് 19-ാം തീയതി ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 21-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ ഉള്ളത്. 21-ാം തീയതി വെള്ളിയാഴ്ചയാണ്, ഊർജ്ജതന്ത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജതന്ത്രം എന്ന് പറയുമ്പോൾ ഫിസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് ഈ ഒരു പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട്, അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ ഈ ഒരു സബ്ജക്റ്റിന് കിട്ടുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ ഇനി കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിങ്ങനെയുള്ള ഈ ഒരു 3 വിഷയം മാത്രമേ ഇനി നിങ്ങൾക്ക് പരീക്ഷയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം പിന്നീട് മാർക്ക് കുറഞ്ഞിട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒട്ടും ടെൻഷനൊന്നും കൂടാതെ തന്നെ പഠിക്കുക. കാരണം ടെൻഷനോടുകൂടി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വായിച്ചു, അതായത് എത്ര തവണ നിങ്ങൾ നോട്ട്സോ അല്ലെങ്കിൽ ടെസ്റ്റോ വായിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കാതെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്ക് മിനിമം നേടണം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഈ ഒരു പരീക്ഷയിൽ, അതായത് 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 40 മാർക്കാണ്, 10 മാർക്ക് CE മാർക്കാണ്, ടോട്ടൽ 50 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ പരീക്ഷ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10 മാർക്ക് CE, അതായത് അധിക വിദ്യാർത്ഥികൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം നിങ്ങളൊരു 5 മാർക്ക്, 40 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 15 മാർക്ക് കിട്ടും. ഇങ്ങനെ 15 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിക്കും. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള പരീക്ഷകളായിട്ടുള്ള, അതായത് വെള്ളിയാഴ്ചത്തെ പരീക്ഷ ഊർജ്ജതന്ത്രവും, അതുപോലെ തിങ്കളാഴ്ചത്തേത് രസതന്ത്രം, അതുപോലെ തന്നെ ബുധനാഴ്ചയുള്ളത് ഈ ഒരു ജീവശാസ്ത്രം. ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്, രസതന്ത്രം കെമിസ്ട്രി ആണ്, ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബയോളജിയാണ്. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റുകൾക്കും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു A ഗ്രേഡെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സബ്ജക്റ്റുകളാണ് ഈ ഒരു 3 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അതായത് ഇന്നും നാളെയുമായിട്ട് ഈ ഒരു ഫിസിക്സ് പഠിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്നും നാളെയുമായിട്ട്, അതായത് ഒട്ടും സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കുക. അതായത് ഒട്ടും ടെൻഷനൊന്നും അടിക്കാതെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു പരീക്ഷയിൽ A+ കിട്ടാൻ എത്ര മാർക്ക് വേണം, A കിട്ടാൻ എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ B+ കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഓരോ ഗ്രേഡിനും നിങ്ങൾക്ക് എത്ര മാർക്ക് വെച്ച് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് A+ മുതൽ D+ വരെയുള്ള ഗ്രേഡുകൾ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് 40 മാർക്കിലാണ് പരീക്ഷയുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷകളിൽ നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 35 മുതൽ 40 വരെ മാർക്ക് നേടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 30 മുതൽ 34 വരെ മാർക്ക് കിട്ടിയാൽ A ഗ്രേഡ്, 24 മുതൽ 29 വരെ 25 മുതൽ 29 വരെ മാർക്ക് കിട്ടിയാൽ B+ ഗ്രേഡ്, 20 മുതൽ 24 വരെ മാർക്ക് കിട്ടിയാൽ B ഗ്രേഡ്, 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ C+ ഗ്രേഡ്, അതുപോലെ 10 മുതൽ 14 വരെ മാർക്ക് കിട്ടിയാൽ C ഗ്രേഡ്, അതുപോലെ തന്നെ 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. ഈ ഒരു D+ വരെയാണ് നിങ്ങൾ ജയിക്കുക. ഇതിന് താഴെയുള്ള DO EO ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കുന്നതാണ്. അങ്ങനെ തോൽക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ SSLCയുടെ സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കെമിസ്ട്രി, അതായത് ഈ ഒരു വെള്ളിയാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഈ ഒരു സബ്ജക്റ്റുകളാണ് ഇനിയുള്ളത്. അതായത് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഊർജ്ജതന്ത്രം, അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ഒരു രസതന്ത്രം, അതുപോലെ തന്നെ ബയോളജി എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രം. ഇങ്ങനെ 3 സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് ഇനിയുള്ളത്. നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളത് ഫിസിക്സ് ആണ്, അതായത്
അതായത് ഊർജ്ജതന്ത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ അതായത് ഇനിയുള്ള ഫിസിക്സ് പരീക്ഷയാണ് അടുത്തതായിട്ടുള്ളത്, വെള്ളിയാഴ്ച ഉള്ളത്. അതായത് 19-ാം തീയതിയല്ല 21-ാം തീയതി ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക്, അതായത് ഒരു മിനിമം ഒരു 30-നും 35-നും ഇടയിലായിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 30 മാർക്കോ അതല്ലെങ്കിൽ ഈ ഒരു 35 മാർക്കിനോ ഇടയിലായിട്ട് നിങ്ങളൊരു മാർക്ക് മിനിമം നേടാൻ ശ്രദ്ധിക്കുക. ഈ ഒരു 35 മാർക്കോ അതിൽ കൂടുതലും നേടാൻ പറ്റുന്നവർ അതിനനുസരിച്ച് മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും +1 അഡ്മിഷനൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം ഇനിയുള്ള 3 പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കുന്ന സബ്ജക്റ്റുകളാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സാംസ് നന്നായിട്ട് എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.